ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പം ഞാനിന്ന് ഒരു ചിക്കൻ്റെ ഈ ലിവർ എങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ലിവർ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മൾ എരിവിന് ആവശ്യമായ കുരുമുളക്, പിന്നെ 2 കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 10-15 അല്ലി വെളുത്തുള്ളിയും അല്പം വലിയ ജീരകം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടോ. അപ്പോൾ അതാ ഞാൻ കഴുകി എടുത്തിട്ടുള്ള ലിവർ ഇതാ ഒരു ചട്ടിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിതാ അല്പം മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മുളക് പൊടി കുറച്ചേ ഇട്ടിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കുരുമുളക് നമ്മൾ ഇതിൽ ഓൾറെഡി അരച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കണം. പിന്നെ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നീറലുണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് നല്ല എരിവുണ്ടാവില്ല. പിന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ട് എടുക്കാം. മുളക് പൊടി തീരെ ഇടാതെ കുരുമുളക് പൊടി തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അരപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു മാഗി ക്യൂബായിട്ട് ചേർത്തിട്ടുള്ളത്, അതും പൊടിച്ചതിൽ ചേർക്കണം. എന്നിട്ട് ഉപ്പും കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി, നമ്മൾ ഈ മാഗി ക്യൂബ് ഇട്ട കാരണം. എന്നിട്ട് നമ്മൾ നല്ല കൈ വെച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാനിത് കുക്കറിൽ 2 വിസിൽ അടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കട്ടോ. ഒന്ന് ഹൈ ഫ്ലെയിമിലും അടിക്കും, പിന്നെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്നും കൂടെ അടിച്ചിട്ട് ഞാൻ പിന്നെ ഇത് ചട്ടിക്കിട്ടിട്ട് വേവിച്ചെടുക്കട്ടെ ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ ഈ മസാലപ്പൊടികളൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിക്ക് അല്പം ഗരം മസാലൻ്റെ പൊടിയും പിന്നെ അല്പം ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുക്കറിലേക്ക് ഇടാം കേട്ടോ. കുക്കറിൽ നമ്മൾ ഇടുമ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതിൽ ഓൾറെഡി നമ്മൾ എത്ര വെള്ളം ഇതിൽ വാർത്ത് വെച്ചാലും ഇതിലിങ്ങനെ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ ഗരം മസാലയും ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ. നിങ്ങളവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ മഴയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ അതാ ഞാൻ ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചട്ടിയിലിട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ ചെയ്യാൻ. ഞാനിതിൽ എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കണില്ല. ഇനി ഇത് തിളച്ച് പോകുമോ അറിയില്ലല്ലോ. അതിന് വേണ്ടി ഇതിൻ്റെ മേലെ ഒരു അല്പം എണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കണുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കുക്കറിൽ എന്ത് സാധനം വെക്കുമ്പോഴും തിളച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് കുക്കറിൻ്റെ വിസിലിൻ്റെ 4 പുറമായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ തടവി കൊടുത്താൽ മതി. ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ചെയ്താൽ മതി. ഒന്നും തിളച്ച് പോകില്ല കേട്ടോ. ഇതാ ഇതുപോലെ ഒരു തുള്ളി എണ്ണ ഒറ്റിക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒന്ന് കൈവച്ചിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ തിളച്ച് പോവുകയില്ല കേട്ടോ. നമ്മൾ ചോറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ തിളച്ച് പോവുമൊന്നുമില്ല. ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇതാ ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറൊക്കെ വിസിലടിച്ച് 2 വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ഞാൻ അടുപ്പത്താണ് വെച്ചിട്ടുള്ളത്. അടുപ്പിൽ വിറകൊന്നും വെച്ചിട്ടില്ല, തീ കണലുള്ളത് കാരണം. എന്നിട്ട് ഞാനിതിൽ ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞാൻ ചിക്കൻ പൊരിച്ച എണ്ണ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു അല്പം ഒറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ എണ്ണ പിന്നെ ഇതിങ്ങനെ മൂത്ത് വരും തോറും എണ്ണ ഇതിലിങ്ങനെ ഇതിൻ്റെ നെയ്യൊക്കെ ഉണ്ടാവുമല്ലോ, അതിങ്ങനെ ഉണ്ടായി വരികയായിട്ട് ചെയ്യുക. അപ്പോൾ അത് അടിപൊളിയായിട്ട് നമ്മൾ ലിവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ലിവറൊക്കെ കിട്ടുമ്പോൾ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.